ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ രാവിലെ തന്നെ മക്കൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഗ്യാസിൻ്റെ. അങ്ങനെ ഞാൻ ആ ഗ്യാസ് നോക്കുമ്പോൾ ചെറുങ്ങനെ ലീക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടി തോന്നി. പിന്നെ ഞാൻ ഭർത്താവിനെ വിളിപ്പിച്ചു. മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ഗ്യാസൊക്കെ നോക്കിയപ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അങ്ങനെ ചെറിയ ലീക്കൊക്കെ ഉണ്ട്. അതാണ് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ ദോശ ചുടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഓഫാക്കി മുറ്റത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് തുണി നനക്കാനുണ്ട്. അങ്ങനെ ഇതൊരു സംഭവം ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ, ഈ ഒരു ഓട്ടുപോള. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊരു സംഭവം ഞാൻ കാണുന്നത്. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനാണെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ മീൻകറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതൊക്കെ ചുട്ട് കഴിയാനായിട്ടുണ്ട്. അതിനിടയിൽ മക്കൾ മദ്രസയിൽ നിന്ന് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഒന്നുമില്ല, കുറച്ചാണ് ഞാൻ അരിയരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓട്ടുപോളയൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും പിന്നെ മക്കൾ മോള് സ്കൂളിലേക്ക് പോയി. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടുപോളൊക്കെ റെഡിയായപ്പോഴേക്കും മക്കൾ മദ്രസയിൽ നിന്ന് വന്നിട്ട് ചായ കുടിക്കാനൊക്കെ തുടങ്ങി. അതിനിടയിൽ ഞാൻ ചോറും വെച്ചു. പിന്നെ കുഞ്ഞിക്കാണെങ്കിൽ തീരെ വിശപ്പില്ല. അങ്ങനെ ഒരു മുട്ട വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച ഒരു 12:30 മണീൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയത്. എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു. ഇതൊരൈറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുറ്റം നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. ഏതായാലും മുറ്റത്തേക്ക് പോയി തുണിയൊക്കെ ഒരുപാട് നനയ്ക്കാനുണ്ട്. മുറ്റം നോക്കിയാൽ അറിയാം ഇവിടുത്തെ സംഭവം എന്താണെന്ന്. കാണാൻ പറ്റാത്ത കാഴ്ചയാണ്. മഴ വന്നിട്ട് ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു 3:30 മണിൻ്റെ സമയത്ത് കുറച്ച് ചോറാണ് കേട്ടോ. 12:30 മണിക്ക് ചായ കുടിച്ചത് കൊണ്ട് എല്ലാം കൂട്ടി ചോറ് വെച്ചു. ആംപ്ലേറ്റും പപ്പടം, അച്ചാറ്, മീൻകറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.